അഭിനവ് സുന്ദർ നായകിൻ്റെ ഫസ്റ്റ് ഫിലിം മൂന്നനുണ്ണി അസോസിയേറ്റ്സ്. അതിനകത്തൊരു ഡയലോഗുണ്ട്, ഈ ലോകത്ത് 2 തരം ആൾക്കാരാണുള്ളത്, ചൂഷണം ചെയ്യുന്നവരും ചൂഷണം ചെയ്യപ്പെടുന്നവരും. ആൻഡ് സാഡ്ലി ദാറ്റ്സ് എ ട്രൂത്ത് ഇൻ ദിസ് വേൾഡ്. ലൈക്ക് എല്ലാവരും ജയിക്കുന്നവരെല്ലാം ഡിസേർവ് ചെയ്യുന്നവരായിരിക്കില്ല, ചീറ്റേഴ്സ് ആയിരിക്കും. ആൻഡ് തോക്കുന്നവരെല്ലാം ആക്ച്വൽ ലൂസേഴ്സും അല്ല, ചിലപ്പോൾ ജെന്യുവൻ ആയിരിക്കും. ആൻഡ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് മോളിവുഡ് ടൈംസിനെ പറ്റിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നെസ്ലൈൻ അഭിനയിച്ച അഭിനവ് സുന്ദർ നായക്സ് മോളിവുഡ് ടൈംസ്, അങ്ങനെ തന്നെ പറയണമെന്ന് തോന്നുന്നു. ഒറ്റ വാക്കി പറയാനാണെങ്കിൽ അടിപൊളി ഫിലിം, എനിക്ക് ഭയങ്കര വർക്കായി. ആൻഡ് ഇഫ് യു ലവ് സിനിമ, ദിസ് ഇസ് ദ ബെസ്റ്റ് ഹൊറർ ഫിലിം എന്ന് പറയേണ്ടി വരും ആസ് എ ഫിലിം മേക്കർ. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഒന്നാമത്തെ പോസിറ്റീവ് ടെക്നിക്കൽ സൈഡ് തന്നെയാണ്. ടെക്നിക്കലി ടു ഗുഡ് എന്ന് പറഞ്ഞാൽ ഈ പടത്തിൻ്റെ ഡയറക്ടർ അഭിനവ് സുന്ദർ നായക് ഒരു എഡിറ്ററാണ്. സോ ഒരു ഡയറക്ടർ ആകുമ്പം എങ്ങനെയാണ് ഒരു ഫിലിമിനെ ബെനിഫിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ പടം കണ്ടാൽ മനസ്സിലാവും. ഈ പടം മാത്രമല്ല, മൂന്നനുണ്ണി അസോസിയേറ്റ്സും കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ എഡിറ്റ് പാറ്റേണും കാര്യങ്ങളും എല്ലാം നമുക്കൊരു ഫ്രഷ്നെസ് ആയിരുന്നു, ഭയങ്കര ഫ്രഷ്നെസ് ഫീലായിരുന്നു. അത് തന്നെയാണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത് മോളിവുഡ് ടൈംസിന്. സോ അതുകൊണ്ട് ഇത് ഭയങ്കര ഒരു ഫ്രഷ് അറ്റംപ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. തിയേറ്റർ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ മ്യൂസിക് വൈസ് അടിപൊളിയാണ്. ജേക്സ് ബിജോ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു മിനിമം ഗ്യാരണ്ടിയാണ്. ആൻഡ് ഹി ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. ഈ പടത്തിന് പക്ക ബ്ലെൻഡായിരുന്നു പുള്ളിക്കാരൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും. ആൻഡ് വിഷ്വൽസ് ഓൾസോ നൈസ്, ഇറ്റ് വാസ് സോ നൈസ്. രണ്ടാമത്തെ പോസിറ്റീവ് നെസ്ലൈൻ തന്നെയാണ്. ഹീ ഈസ് എ ഗുഡ് ആക്ടർ, ഹീ ഈസ് എ വെരി ഗുഡ് ആക്ടർ എന്ന് ഈ പടം ഒന്നുകൂടെ തെളിയിച്ചിരിക്കുകയാണ്. ആൻഡ് പുള്ളിക്കാരൻ ഈ ക്യാരക്ടർ ഒരു ഭയങ്കര ഒബ്സസ്ഡ് ആണ് സിനിമയായിട്ട്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ അതിനകത്ത് എനിക്ക് പോലും ഭയങ്കര റിലേറ്റബിളായിട്ട് തോന്നി. എനിക്ക് പുള്ളിക്കാരനെ കാണുമ്പോൾ എന്നെ തന്നെ കാണുന്ന തൊട്ടൊരു ഫീൽ തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് ഒബ്സസ്ഡ് ആയിട്ട് സിനിമയുടെ പുറകിൽ ഇങ്ങനെ നടന്നും സിനിമ കഥ എടുത്ത് കാര്യങ്ങൾ ഭയങ്കര ആ ഒരു റിലേറ്റബിലിറ്റി ഫാക്ടർ ഭയങ്കരമായിട്ട് പുള്ളിക്കാരൻ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യുകയും ചെയ്തു. ആൻഡ് ഇമോഷൻസ് ആണെങ്കിലും ചില സീൻസൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു. ആൻഡ് ഹി ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. ആൻഡ് എല്ലാവരും ആ പടത്തിനകത്ത് എല്ലാവരും അടിപൊളിയായിരുന്നു. ഷറഫുദ്ദീൻ്റെ ക്യാരക്ടർ, പിന്നെ സംഗീത് പ്രതാപ്, അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിഞ്ഞുകൂടാ, അമൽ ദേവ്സ്, ആൻഡ് കുറേ പേരുണ്ടായിരുന്നു. ആൻഡ് എല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു. പെർഫോമൻസ് വൈസ് ഒന്നും പറയാനില്ല. ആൻഡ് അതിലും അഭിനവ് സുന്ദർ നായകിൻ്റെ ഒരു ദ ഡയറക്ടർ ഈസ് എ ക്യാപ്റ്റൻ, സോ ഹി ഹാസ് പ്ലേഡ് എ പാർട്ട്. ലൈക്ക് പുള്ളിക്കാരനാണെങ്കിൽ മൂന്നനുണ്ണി അസോസിയേറ്റ്സിനാണെങ്കിലും ഒരു ക്യാരക്ടേഴ്സും പുള്ളിക്കാരൻ്റെ ആ ഒരു മീറ്റർ വിട്ട് പോയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അത് തന്നെ ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അത് ആ ഡയറക്ടേഴ്സ് പക്ക വിഷനാണ്. ആൻഡ് നെസ്ലൈൻ ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. ആൻഡ് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ നെഗറ്റീവ് സൈഡ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, ഈ പടം സത്യം പറഞ്ഞാൽ റിയാലിറ്റിയെ കൂടുതൽ കാണിച്ചു എന്ന്. അത് എൻ്റെ നെഗറ്റീവാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇറ്റ്സ് ലൈക്ക് ഈ പടത്തിനകത്ത് കാണിക്കുന്നത് സത്യമാണ്. ഈ വേൾഡിൽ ആർക്കും സത്യം വേണ്ട, ലോയൽറ്റി കാര്യങ്ങളൊന്നും വേണ്ട, ലൈക്ക് സിൻസിയറിറ്റി ഒന്നും അർഹിക്കുന്നില്ല. എല്ലാവർക്കും വേണ്ടത് അവരുടെ റെപ്യൂട്ടേഷൻ. അതും എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഒരു കാര്യത്തിന് പോലും നിൽക്കാൻ പറ്റാത്തോട്ടൊരു ഏരിയയാണ്. ആൻഡ് അതാണ് സാഡ്ലി ദ വേൾഡ് ഇസ് ലൈക്ക് ദാറ്റ്. ആൻഡ് ഇത് പക്കയായിട്ട് നമ്മുടെ ഡാർക്ക് റിയാലിറ്റി ഓഫ് എ സൊസൈറ്റി ഇത് കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് സ്കെയറി, ലൈക്ക് ഇറ്റ്സ് വെരി സ്കെയറി. ആൻഡ് ആ നെഗറ്റീവ്സ് ആയിട്ട് പറയാനല്ല, എനിക്കത് ഭയങ്കര പേടി തോന്നി എന്ന് പറയുന്ന കൂട്ടാണ്. ആൻഡ് അത് ആക്ച്വലി വർക്ക്. അത് തന്നെയാണ് അഭിനവ് സുന്ദർ നായകിൻ്റെ ഐഡിയ, ടു മേക്ക് സ്കെയർ ഓഫ് ദി റിയാലിറ്റി. ആൻഡ് ഹി ഡൺ ഇറ്റ്. വേറെ നെഗറ്റീവ്സ് ഒന്നുമില്ല. നിങ്ങൾക്ക് സിനിമ ഇഷ്ടമാണെങ്കിൽ, പിന്നെ സിനിമ ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇങ്ങോട്ട് കയറാം. ലൈക്ക് സിനിമ ഇല്ലാത്തവർക്ക് ഈ കുറേ കാര്യങ്ങൾ, ഈ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവന് വേറെ പണിക്ക് വെക്കൂടെ, ഇവന് വല്ല ഗവൺമെൻറ് ജോലിക്ക് വെക്കൂടെ എന്ന് പറയുന്നോട്ടുള്ള ടീംസ് ആണെങ്കിൽ ആ ഏരിയയിലോട്ടേ പോകണ്ട. കാരണം അങ്ങനത്തെ ഒരു ഫിലിം അല്ലത്. പക്കയായിട്ട് സിനിമേനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാത്രം കാണുക. ആൻഡ് ഓവറോൾ ഈ ഫിലിമിനെ പറ്റി എനിക്ക് പറയാനാണെങ്കിൽ, ഒരു മസ്റ്റ് വാച്ച് ഫോർ ഫിലിം മൂവി ലവേഴ്സ്. ഇറ്റ് വർക്ക് ഫോർ മീ എ ബിഗ് ടൈം. സോ ദിസ് ഇസ് മൈ റിവ്യൂ ഫോർ മോളിവുഡ് ടൈംസ്. ആൻഡ് നമ്മൾ വീണ്ടും കാണും. ബിക്കോസ് ഇനി മൂവി റിവ്യൂസായിട്ട് മാത്രമല്ല, പല കാര്യങ്ങളായിട്ട് ഐ വിൽ ബി ദെയർ. സോ വീണ്ടും കാണാം.